നമ്മുടെ അഡീനിയൻ തൈ വിത്ത് പാവി മുളച്ച് വന്നൊരു തൈയാണിത്. ഇതിപ്പോൾ 2 റീപ്പോർട്ടിങ് കഴിഞ്ഞു. കോഡക്സ് കുറച്ച് വലുതായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൈയിൻ്റെ തണ്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് പ്രൂണിങ് ചെയ്യാം. എന്നാലാണ് നമ്മുടെ ചെടി പെട്ടെന്ന് സൈസ് വയ്ക്കുള്ളൂ. പ്രൂണിങ് സ്ലോ ആക്കും തോറും തൈ വളർച്ച കുറയും. അതിങ്ങനെ ആണ്ട് പോവുള്ളൂ. പ്രൂണിങ് പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തൈ വളരെ പെട്ടെന്ന് ഇതുപോലെ തിക്കായിട്ട് വളരും. നമ്മൾ ഈ ചെടികളൊക്കെ വിത്ത് പാകി തൈ കിളിപ്പിച്ച് വന്ന് വർഷത്തിൽ 2 തവണ പ്രൂൺ ചെയ്ത് വന്ന് വളർന്ന് വലുതായ ചെടികളാണ് ഇതൊക്കെ. നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. കോഡക്സ് നല്ലോണം വലുതായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. എല്ലാ ഏണിലും മുട്ടും ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിയാണ് പ്രൂൺ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മുടെ ചെടി കണ്ടില്ലേ, നല്ല അത്യാവശ്യം കോഡക്സ് ഒക്കെ വലുതായി നല്ല ഹൈറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി സമയത്ത് പ്രൂൺ ചെയ്യണം, എന്നാലും ചെടി നല്ല തിക്കായിട്ട് വരും. അതിന് വേണ്ടി ഞാൻ പുതിയൊരു ബ്ലേഡ് വാങ്ങിച്ചിട്ടുണ്ട്. പുതിയ ബ്ലേഡ് ആകുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് അത്ര അധികം തേക്കേണ്ട കാര്യമില്ല. ഫ്രഷ് ആയ ബ്ലേഡ് ആയാൽ മതി. ഒരൊറ്റ കട്ടിന് തന്നെ മുറിഞ്ഞോളും. കണ്ട, ഇതുപോലെ പുതിയ ബ്ലേഡ് വാങ്ങിച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുക. പുതിയതാകുമ്പോൾ അത്രയും കൂടെ ആവശ്യമില്ല. എന്നാലും അങ്ങനെ ചെയ്തതിന് ശേഷം ബ്ലേഡ് എടുത്ത് നമ്മുടെ അഡീനിയൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യാം. ഈ കോഡക്സിൻ്റെ മേലെയായി ഇത് ഈ ഒരു ഭാഗം നോക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. കണ്ട, അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പിയെടുക്കുക. 1 സെക്കൻഡ് ഒന്ന് ഇതിങ്ങനെ ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് വെക്കുക. ഊർന്ന് വരണ വെള്ളം ഇങ്ങനെ വലിച്ചെടുത്തോളും. അതിന് ശേഷം നമ്മൾ അതങ്ങനെ ഇരിക്കട്ടെ. സാഫിൻ്റെ പൊടി കുറച്ചൊന്ന് വെള്ളത്തിൽ ചാലിച്ച് പൊടിയൊന്ന് ഇതിലിടണം. നല്ലൊരു ഫംഗിസൈഡാണ്. എല്ലാ വളപ്പിടിയിലും കിട്ടണതിന്. ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ മാറ്റി ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഓക്കെ. കണ്ട, ഇങ്ങനെ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ പ്രൂണിങ് മുഴുവൻ കഴിഞ്ഞുള്ളൂ. എന്നാലാണ് ഒരു വെള്ളം തുള്ളി വീണാലൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. ഇതിപ്പോൾ ഈ സൈസിൽ ഇപ്പം എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ സാഫൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെ വീട്ടിൽ മെഴുകുതിരി ഉണ്ടാവുമല്ലോ, മെഴുകുതിരി വെച്ചിട്ട് നമുക്ക് പ്രൂണിങ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ബ്ലേഡ് എടുത്ത് നമ്മൾ നമ്മുടെ ഇതുപോലെ വേറൊരു അഡീനിയൻ തൈയണത് ഇതുപോലെ തന്നെ വിത്ത് പാകി തൈ കിളിപ്പിച്ചതാണ്. ഇത് നമ്മൾ ഇല പൊടിച്ച് കഴിഞ്ഞ് ഈ ഒരു ഭാഗം നോക്കി പ്രൂൺ ചെയ്യണം. ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ 2 മിനിറ്റ് ഇങ്ങനെ ഒപ്പി വരുന്ന വെള്ളം ഇങ്ങനെ മാറ്റിയെടുക്കുക. അതിന് ശേഷം എല്ലാവരുടെ വീട്ടിലും മെഴുകുതിരി ഉണ്ടാവുമല്ലോ, മെഴുകുതിരി ഇട്ടിച്ച് കഴിഞ്ഞാൽ സാഫിനേക്കാളും ബെസ്റ്റായിട്ടിരിക്കും. വെള്ളം നനയ്ക്കുമ്പോഴൊന്നും വെള്ളം ഇറങ്ങി വരില്ല. ഇതുപോലെ മുറിവുള്ള ഭാഗത്ത് വെള്ളം ഒപ്പിയതിന് ശേഷം ഇതുപോലെ മെഴുകുതിരി ഒന്നും ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കുമ്പോൾ ഒന്നും വെള്ളം ഇറങ്ങില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ചെടി നിന്നോളും. ഇതുപോലെ 2 തരം പ്രൂണിങ് കഴിഞ്ഞ ചെടീനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതായത് മെഴുകുതിരി ഒറ്റിച്ചിട്ട് ചെയ്യാം, അതുപോലെ തന്നെ സാഫ് തേച്ചിട്ടും ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ചെടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളങ്ങൾ ചെയ്യണം. ഈ ടൈമിൽ തന്നെ നമ്മൾ പ്രൂണിങ് കഴിഞ്ഞ് അപ്പം തന്നെ വളങ്ങൾ ചെയ്യണം. വളം ചെയ്യാനുള്ളത് ചെടി വളരാനുള്ള വളങ്ങൾ, അതായത് ചാണപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. ഇത്രയേ വേണ്ടൂ. ചെടി നല്ല ബുഷായിട്ടുണ്ടാവും, വളരെയധികം പൂക്കളുണ്ടാവും, നല്ലോണം ബ്രാഞ്ചസ് ഉണ്ടാവും ചെയ്യും. ഈ ഒരു പ്രായത്തിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയും ചെയ്യാം. നല്ല കട്ടി ഇതിലുള്ള പൂക്കളുള്ള ചെടി വെച്ചിട്ട് ഈ ഒരു ഭാഗം വീക്കെട്ട് കെട്ടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ സിംഗിൾ പെറ്റൽ അഡീനിയൻ ചെടിയാണ്. അത് ഇതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാവും. എല്ലാ ക്രാഫ്റ്റിംഗ് ചെടിയുടെയും ബേസ് ഇതുപോലെ നോർമൽ പെറ്റലുള്ള അഡീനിയത്തിൻ്റെ ബേസാണ് എല്ലാ ക്രാഫ്റ്റിംഗ് ചെടിയിലും ഉണ്ടായിരിക്കുക. കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും കുറച്ചും കൂടി ഇടണം. അതുപോലെ ചാണപ്പൊടി, ഉണങ്ങിയ ചാണപ്പൊടി, അതും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയുടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി, അതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ഇളക്കി പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വളം ചേർക്കണം. അതാണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇതൊക്കെ ചേർത്തിട്ട് തണലത്ത് നോക്കി വെക്കുക. ഈ ചെടിച്ചട്ടിയിൽ മെഴുകിറ്റിച്ചിട്ടുണ്ട്, ഈ ചെടിച്ചട്ടിയിൽ സാഫും തേച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നവും വരില്ല, നമുക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇത് പ്രൂണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള 2 കാര്യങ്ങൾ. പിന്നെ പ്രൂൺ ചെയ്യുമ്പോൾ മഴയുള്ള കാലത്ത് നമ്മൾ പ്രൂണിങ് പാടില്ല, നല്ല തണുപ്പുള്ള സമയത്ത് പ്രൂൺ ചെയ്യാൻ പാടില്ല. നല്ല വെയിലുള്ള കണ്ടീഷനിൽ വേണം പ്രൂൺ ചെയ്യാനായിട്ട്. എന്നാലാണ് ചെടി ഇതുപോലെ നല്ല ബുഷായിട്ട് വളർന്ന് കോഡസൊക്കെ വലുതായി നിറച്ച് ഇലകളും ബ്രാഞ്ചസൊക്കെ ആയിട്ട് വരുള്ളൂ. പിന്നെ പ്രൂൺ ചെയ്യുമ്പോൾ പിന്നെ വേണ്ട ഒരു കാര്യം, നല്ല
വെയിൽ വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ പ്രൂൺ ചെയ്ത് അപ്പം തന്നെ നമ്മൾ വളം ചേർക്കണം, ഷെയ്ഡേ വെക്കണം ഒരാഴ്ചക്ക്. എന്നാലും വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളം ചേർത്തതല്ല, അപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ചെടി നല്ല ബുഷായിട്ട് വരും. പ്രൂൺ ചെയ്യുന്ന മൂലം നമുക്ക് നിറച്ച് പൂക്കളുണ്ടാവും, അതുപോലെ തന്നെ നല്ലോണം ബ്രാഞ്ചസ് വരും. പിന്നെ തണവ് കാലത്ത് പ്രൂൺ ചെയ്യാൻ പാടില്ല, ഫംഗസ് ഇൻഫെക്ഷൻ വരാൻ വളരെ ചാൻസ് ഉണ്ട്. നല്ല വെയിലുള്ള കാലത്ത് ചെയ്യണം, അതായത് സമയം ആഗസ്റ്റ് പകുതി, അതായത് മഴ നോക്കിയിട്ട് വേണം മെയിനായിട്ട്. മഴ കഴിഞ്ഞ് നല്ല വെയിൽ ഉദിക്കുമ്പോൾ അങ്ങനെ 6 മാസം ഇടവിട്ടിട്ട് വേണം കൊല്ലത്തിൽ 2 വർഷം പ്രൂൺ ചെയ്യാനായിട്ട്. ഒന്നില്ലെങ്കിൽ ഒക്ടോബറിൽ, പിന്നെ 6 മാസം കഴിഞ്ഞ് വേറെ, അങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത്. പിന്നെ വളം ചേർക്കണം, നൈട്രജൻ ചേർന്ന വളം ചേർക്കാൻ ശ്രദ്ധിക്കണം. അത് ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെയാണ്. പിന്നെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ചെടി വേരൊക്കെ ഒന്ന് ഉറച്ച് പുതിയ ശിഖരങ്ങൾ വന്നിട്ടേ നമ്മൾ പിന്നെ റീപോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നല്ലത്. ആദ്യമൊക്കെ വളരെ വലിയ ചെടികളാണ് പ്രൂൺ ചെയ്തിരുന്നത്. അപ്പം ഞാൻ റീപോർട്ട് ചെയ്യണോട് കൂടിയിട്ട് തന്നെ പ്രൂൺ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവാറ് പതിവ്. ഇതാകുമ്പോൾ ചെറിയ തൈയാണല്ലോ, അപ്പം നമുക്ക് ഫസ്റ്റ് പ്രൂൺ ചെയ്ത് ഒന്ന് ചെടിയൊക്കെ ഒന്നൊരു ഹെൽത്ത് ആയതിന് ശേഷം മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. ചെടിച്ചട്ടിയിൽ പുല്ലൊന്നും വളരാണ്ട് നോക്കണം. പിന്നെ ഒരു കമൻറ്റ് വന്നതിന് ചെടിയിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാന്നുള്ളത്. അതിന് നമ്മൾ ഉറുമ്പും പൊടിയൊക്കെ ഒന്ന് തെളിച്ച് കൊടുത്താൽ പൂക്കൾ അങ്ങനെ കൊഴിഞ്ഞു വീഴില്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളം അത്ര അധികം ഒഴിക്കരുത്, പിന്നെ തീരെ കുറവ് ഒഴിക്കാനും പാടില്ല. പിന്നെ നല്ല സൺലൈറ്റ് വേണം. ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പ്രൂൺ ചെയ്ത ചെടികളൊക്കെ നല്ല സൺലൈറ്റിൽ വെക്കണം. അതാണ് ഡിസേർട്ട് റോസിന് ഏറ്റവും വേണ്ട കാര്യം. നല്ല വെയിൽ, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ വെള്ളം നല്ലോണം വാർന്നു പോകണം, അതും മതി. പിന്നെ വളമിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം ഒഴിക്കും കൂടി വേണം. പിന്നെ ഈ കൂമ്പ് ചീയലൊക്കെ വരുമല്ലോ അഡീനിയത്തിന്, എൻ്റെ ചെടിയിലൊന്നും ഇപ്പോൾ കാണാനില്ല. മഴക്കാലത്തിന് സാധാരണ വരുന്ന ഒരു രോഗമാണ്. അത് വരുമ്പോഴും നമ്മൾ വലിയ ചെടിയിലായാലും ചെറിയ ചെടിയിലായാലും കമ്പൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. കമ്പിൻ്റെ അവിടെ ഒരു ചീച്ചിൽ പോലെ വരും തുമ്പത്ത്, അത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഈ സാഫോ മെഴുകുതിരി ഒറ്റിച്ച് കഴിഞ്ഞാൽ ആ ചെടി ഓക്കെ ആയിട്ടിരിക്കും. പിന്നെ വെള്ളം നല്ലോണം വാർന്നു പോകണം, അത് മെയിൻ കാര്യമാണ്. എല്ലാവർക്കും ഒരു വരുന്ന ഡൗട്ടാണ് ഫ്ലവറിങ് ഉണ്ടായിട്ട് ചെടി പ്രൂൺ ചെയ്യേണ്ടതെന്ന്. ഫ്ലവർ ഉണ്ടാവണേക്കാൾ മുന്നേ തന്നെ നമുക്ക് പ്രൂൺ ചെയ്യാം, എന്നാലാണ് കുഞ്ഞിലേ തന്നെ ബ്രാഞ്ചസ് വന്ന് ചെടി നല്ല ഓക്കെ ആയിരിക്കും. അത് ഞാൻ മുന്നേ ഒരു പ്രൂൺ ചെയ്തൊരു ചെടി കാണിക്കാം. ഞാൻ കുഞ്ഞിലേ തന്നെ പ്രൂൺ ചെയ്ത ചെടിയാണ്. ഇപ്പോൾ 2 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് പുതിയ 2 ബ്രാഞ്ചസും കൂടിയിട്ട് പ്രൂൺ ചെയ്ത് അത് ഇരട്ടിച്ച് അങ്ങനെ വരും. അങ്ങനെയാണ് നമ്മൾ ചെടി വളർന്നു വരുന്നത്. കണ്ടില്ല, ഇപ്പം ഇതിലും മുന്നേ ചെയ്ത ചെടിയാണ്, അത് അങ്ങനെ 2 ബ്രാഞ്ചസ് വന്ന് വലുതായി വന്നിട്ടുണ്ട്. അതിന് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത കമ്പിണിത്, ഇത് നമുക്ക് നമ്മുടെ റൂട്ടിംഗ് ഹോർമോണായ കറ്റാർവാഴ അതിലിങ്ങനെ ജെല്ലിലൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് മണ്ണിൽ പാവിക്കഴിഞ്ഞാൽ നല്ല 2 പുതിയ ചെടിയും കൂടിയും കിട്ടും. ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയണം, അത്രയേ ഉള്ളൂ. അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചെടി കിട്ടും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ വേറെ ചെയ്തിട്ടുണ്ട്. പ്രൂൺ ചെയ്ത ചെടിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അടിഭാഗം മാത്രമായിട്ട് വെള്ളം ഒഴിക്കണം, അല്ലാണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കരുത്. അപ്പം നമ്മുടെ ചെടിയുടെ തണ്ടിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിന്. കട്ട് ചെയ്ത ഭാഗത്ത് ഒരിക്കലും വെള്ളം നനവ് പാടില്ല. അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കണം, നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. ആദ്യത്തെ ദിവസം തന്നെ വളം ഇട്ടുണ്ടല്ലോ, അപ്പം നല്ല വെള്ളം ഒഴിച്ചാലേ ചെടി ഓക്കെ ആയിട്ട് നിൽക്കുള്ളൂ. പിന്നെ വീടിൻ്റെ ഒരു ഷെയ്ഡിലായിട്ട് വെക്കും വേണം. അങ്ങനെ പ്രൂൺ ചെയ്ത ചെടികളാണ് നമ്മുടെ ഗാർഡനിലുള്ള കളക്ഷൻസൊക്കെ. അപ്പോൾ പ്രൂൺ ചെയ്ത നമ്മുടെ ചെടി നമ്മൾ വളമിട്ട് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് തണലത്ത് നോക്കി വെക്കാം, അതായത് വീടിൻ്റെ ഷെയ്ഡിൽ. ഒരാഴ്ച ആയതിന് ശേഷം വേണം നമ്മൾ വെയിലത്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രൂണിങ് കഴിഞ്ഞ് നമ്മുടെ ചെടി സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയൻ ചെടികൾ നല്ലോണം പൂക്കളുണ്ടാവുകയും ചെയ്യും. വേനൽക്കാലം ആകുമ്പോൾ അഡീനിയത്തിന് നല്ല ശ്രദ്ധ കൊടുക്കണം. മഴക്കാലത്ത് നമ്മൾ അഴുകൽ രോഗം വരാൻ ചാൻസ് കൂടുതലാണ്, അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സൺഷെയ്ഡിൽ വെക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കണ്ട നമ്മൾ ഒഴിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ വാർന്നു പോയി, അതും കൂടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നല്ലോണം ഹോൾസ് ഇട്ടിട്ട് വേണം ചെടിച്ചട്ടി സെറ്റ് ചെയ്യാനായിട്ട്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയ നല്ല ബുഷായിട്ട് ഉണ്ടായിക്കോളും.